ഉത്തർപ്രദേശിൽ മഹാഗഡ്ബന്ധൻ സഖ്യത്തിൽ RLDയും കോൺഗ്രസും സഖ്യത്തിന്റെ ഭാഗമെന്ന് അഖിലേഷ് യാദവ്. ഇന്നലെ CPIയുടെ 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇടതുമുന്നണിയെ നയിക്കുന്ന CPIM അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയാണ്. CPIM എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ CPIക്കല്ലാതെ മറ്റൊരു ഘടകകക്ഷിക്കും ഇക്കുറി സീറ്റ് ഉണ്ടാകില്ല. JDSന്റെയും ലോക് താന്ത്രിക് ജനതാദളിന്റെയും ഒക്കെ അതൃപ്തി ഒരുപക്ഷെ CPIമിന് ഇക്കാര്യത്തിൽ നേരിടേണ്ടി വരും. CPIM 16 സീറ്റുകളിലും മത്സരിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണയായിട്ടുണ്ട്. P. കരുണാകരൻ ഒഴികെയുള്ള സിറ്റിംഗ് MPമാർ ഇക്കുറി മത്സരിക്കും. ആലപ്പുഴയിൽ AM ആരിഫ് അതായത് അരൂർ MLA ആയിരിക്കും സ്ഥാനാർത്ഥിയാവുക എന്നറിയുന്നു. ഇന്നസെന്റിനെ കഴിഞ്ഞ തവണ ചാലക്കുടിയിൽ ഇടതുമുന്നണിക്ക് വേണ്ടി വിജയം കൊയ്ത ഇന്നസെന്റിനെ ഇക്കുറി എറണാകുളത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. PK ബിജു ഇത് 3ാം തവണ ആലത്തൂരിൽ തന്നെ മത്സരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. 16 സീറ്റിലും CPIM തന്നെ മത്സരിക്കണമെന്ന നിലപാടിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രാമുഖ്യം ലഭിച്ചു. CPIക്ക് ഒഴികെ മറ്റ് സഖ്യകക്ഷികൾക്ക് സീറ്റ് നൽകേണ്ട എന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകാൻ B. ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ദിലീപ്, ആദ്യമായി CPIM 16 സീറ്റിലും മത്സരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഏത് നിലയ്ക്കാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്? സാധ്യതാ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ദിലീപ്? ഗോപി, CPIക്ക് ഒഴികെ മറ്റു സഖ്യകക്ഷികൾക്കൊന്നും സീറ്റ് നൽകേണ്ട എന്ന തീരുമാനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരിക്കുന്നത്. 16 സീറ്റിൽ CPIM മത്സരിക്കും. സിറ്റിംഗ് MPമാരിൽ കാസർഗോഡ് MP P. കരുണാകരൻ ഒഴികെ മറ്റ് സിറ്റിംഗ് MPമാർക്ക് ഒരിക്കൽ കൂടി അവസരം നൽകണം എന്ന നിലപാടാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിട്ടുള്ളത്. ആറ്റിങ്ങിൽ A. സമ്പത്തും ആലത്തൂരിൽ PK ബിജുവും ഇടുക്കിയിൽ ജോയ്സ് ജോർജും പാലക്കാട് MP രാജേഷും കണ്ണൂരിൽ PK ശ്രീമതിയും മത്സരിക്കും. ഇക്കാര്യത്തിൽ CPIM സെക്രട്ടേറിയറ്റിൽ ധാരണയായിട്ടുണ്ട്. ചാലക്കുടിയിൽ ഇന്നസെന്റിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരുപക്ഷെ അവസാന നിമിഷം ചില മാറ്റങ്ങൾ വന്നേക്കാം. എറണാകുളത്ത് P. രാജീവിൻ്റെ പേരാണ് പ്രഥമ പരിഗണനയിൽ ഉള്ളത്. കോട്ടയത്ത് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ്, ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. പ്രഥമ പരിഗണനയിലുള്ള പേര് ഡോക്ടർ സിന്ധുമോൾ ജേക്കബിൻ്റേതാണ്. കൊല്ലത്ത് KN ബാലഗോപാലിൻ്റെയും ആലപ്പുഴയിൽ AM ആരിഫിൻ്റെയും അരൂർ MLA ആയ AM ആരിഫിനെയാണ് ആലപ്പുഴയിൽ CPIM മണ്ഡലം പിടിച്ചെടുക്കുന്നതിനായി നിയോഗിച്ചിരിക്കുന്നത്. വയനാടും കോഴിക്കോടും ഒന്നിലധികം പേരുകൾ ഇപ്പോഴും CPIM നേതൃത്വത്തിൻ്റെ പരിഗണനയിലുണ്ട്. വടകരയിലും കോഴിക്കോട്ടും ഒന്നിലധികം പേരുകൾ പരിഗണനയിലുണ്ട്. വടകരയിൽ DYFI നേതാവ് PA മുഹമ്മദ് റിയാസിൻ്റെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് P. സതീദേവിയുടെയും പേരുകളാണ് പരിഗണനയിലുള്ളത്. കോഴിക്കോട് മുഹമ്മദ് റിയാസിൻ്റെയും A. പ്രദീപ് കുമാർ MLAയുടെയും പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. അവസാന നിമിഷം ചില മാറ്റം മറിച്ചിലുകൾ വന്നേക്കാം. ഏതായാലും ഈ പേരുകളാണ് ഇപ്പോൾ CPIM പരിഗണിക്കുന്നത്. കാസർഗോഡ് P. കരുണാകരന് പകരം KP സതീഷ് ചന്ദ്രൻ്റെ പേരാണ് CPIM നേതൃത്വം പരിഗണിക്കുന്നത്. ഇങ്ങനെ CPIM സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചിത്രങ്ങൾ ഏറെക്കുറെ വ്യക്തമാവുകയാണ്. നാളെ പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റികൾ ചേരുന്നുണ്ട്. ഈ മണ്ഡലം കമ്മിറ്റികളുടെ കൂടി അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മറ്റന്നാൾ രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നോടിയായി ചേർന്ന് അന്തിമ തീരുമാനത്തിൽ എത്തും. ഇതിനകം ഇത്തരം കാര്യങ്ങളിലാണ്, അതായത് സിറ്റിംഗ് MPമാരിൽ P. കരുണാകരൻ ഒഴികെയുള്ളവർ മത്സരിക്കുക. ചില മണ്ഡലങ്ങളിലെ P. കരുണാകരൻ ഒഴികെയുള്ളവർക്ക് ഇക്കുറി സീറ്റ് ഉണ്ടാകും എന്നതാണ് B. ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ തിരുവനന്തപുരത്ത് നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ദിലീപ്, ഞാൻ ദിലീപിലേക്ക് തിരിച്ചു വരാം. ഏതായാലും CPIMന്റെ സ്ഥാനാർത്ഥി പട്ടിക, സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക ആണ് B. ദിലീപ് കുമാർ ഇപ്പോൾ ഇലക്ഷൻ ഗേറ്റിൽ വിശദീകരിച്ചത്. അതേസമയം തന്നെ CPIMന്റെ ഇക്കുറി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥികളാകും എന്ന് ഉറപ്പുള്ളവർ ഉണ്ട്. അവരാരൊക്കെയാണ്, അവരുടെ മണ്ഡലം ഏതൊക്കെയാണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിക്കാം. CPIMന്റെ ഉറച്ച സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ തീരുമാനമായി പുറത്തു വരുന്ന സ്ഥാനാർത്ഥി പട്ടിക ഏതാണ് എന്ന് നമുക്ക് ഇലക്ഷൻ ഗേറ്റിൽ പരിശോധിക്കാം. AM ആരിഫിനെയാണ് ആലപ്പുഴയിൽ CPIM സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. AM ആരിഫ് ഇപ്പോൾ നിലവിൽ അരൂർ MLA ആണ്. AM ആരിഫ് സിറ്റിംഗ് MLA ആണ്. AM ആരിഫ് ആയിരിക്കും CPIMനെ അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ വരാൻ പോകുന്നത്. CPIM സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ വരാൻ പോകുന്നത് AM ആരിഫ് ആയിരിക്കും. ആരിഫിന് ഒരുപക്ഷെ ആലപ്പുഴയിൽ നേരിടേണ്ടി വരിക മിക്കവാറും UDFനെ സംബന്ധിച്ച് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. അങ്ങനെ KC വേണുഗോപാലാണ് ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയെങ്കിൽ ഒരു സംശയവും വേണ്ട, AM ആരിഫും KC വേണുഗോപാലും തമ്മിലുള്ള
പോരാട്ടം ഈ കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ കിട്ടുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ ഒന്നായി മാറും. നിലവിലെ അരൂർ MLA AM ആരിഫിനെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി CPIM ആലപ്പുഴയിൽ കരുതി വച്ചിരിക്കുന്നത്. നിലവിലെ അരൂർ MLA ആണ് AM ആരിഫ്. ആലപ്പുഴയിൽ AM ആരിഫിന്റെ സാധ്യതകൾ ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റ് മണ്ഡലങ്ങൾ നോക്കാം. ഇടുക്കിയിൽ ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച സിറ്റിംഗ് MP ജോയ്സ് ജോർജിന് തന്നെയാണ് ഇക്കുറിയും സാധ്യത. P കരുണാകരൻ ഒഴികെയുള്ള ബാക്കി എല്ലാ സിറ്റിംഗ് MPമാരെയും മത്സരിപ്പിക്കാൻ തന്നെയാണ് CPIM തീരുമാനമെടുത്തിരിക്കുന്നത്. ജോയ്സ് ജോർജ് ഇടുക്കിയിൽ CPIM ഇടതുമുന്നണി സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച നിലവിലെ ഇടുക്കി MP ജോയ്സ് ജോർജിന് തന്നെയായിരിക്കും. ഇടുക്കിയിൽ UDFന് വേണ്ടി ഉമ്മൻചാണ്ടി മത്സര രംഗത്തിറങ്ങുമോ എന്ന അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. ഉമ്മൻചാണ്ടി ഇടുക്കി സീറ്റിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്നും പറയുന്നു. ഉമ്മൻചാണ്ടിയെപ്പോലൊരു പ്രമുഖനാണ് ഇടുക്കിയിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ ജോയ്സ് ജോർജിന് ഒരുപക്ഷെ വളരെ ശക്തമായ ഒരു പോരാട്ടം നേരിടേണ്ടി വരും. ജോയ്സ് ജോർജിന് വളരെയധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലം കൂടിയാണ് ഇടുക്കി. ജോയ്സ് ജോർജ് കഴിഞ്ഞ തവണ ജോയ്സ് ജോർജിനെ നിർത്തി CPIM ഇടുക്കി സീറ്റിൽ വിജയിപ്പിച്ചെടുക്കാൻ CPIMന് സാധിച്ചിട്ടുണ്ട്. ജോയ്സ് ജോർജ് തന്നെയായിരിക്കും ഇടുക്കിയിൽ CPIMന്റെ ഇക്കുറിയും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത്. CPIM സ്വതന്ത്രനായ നിലവിലെ ലോക്സഭാംഗം ജോയ്സ് ജോർജ് തന്നെ. PK ബിജു ആലത്തൂരിൽ PK ബിജു തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. ബിജുവിനെ സംബന്ധിച്ച് ഇത് 3ാം വട്ടമാണ് ബിജു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സര രംഗത്തേക്ക് കടക്കുന്നത്. PK ബിജു നിലവിലെ MP ആണ്. ആലത്തൂർ മണ്ഡലത്തിൽ പലരുടെയും പേരുകൾ K രാധാകൃഷ്ണൻ്റെ അടക്കമുള്ള പേരുകൾ ആലത്തൂർ മണ്ഡലത്തിലേക്ക് CPIM പരിഗണിച്ചിരുന്നു. ആലത്തൂർ മണ്ഡലത്തിൽ PK ബിജു തന്നെയായിരിക്കും ഇക്കുറിയും സ്ഥാനാർത്ഥിയാവുക എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ബിജുവിനെ സംബന്ധിച്ച് ഇത് 3ാം അംഗമാണ്. ബിജുവിന് ആലത്തൂർ മണ്ഡലത്തിൽ വളരെ വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ് PK ബിജു. CPIMന്റെ സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇക്കുറി ആലത്തൂരിലെത്താൻ പോകുന്നത് PK ബിജു ആയിരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. MP രാജേഷ് പാലക്കാട് ഇക്കുറി MP രാജേഷിന് സീറ്റ് കിട്ടുമോ അതോ അതിൽ മറ്റ് ചില അവ്യക്തതകൾ നിലനിന്നിരുന്നു. MP രാജേഷ് സ്വമേധയാ തന്നെ ഇക്കുറി പാലക്കാട് നിന്ന് മത്സരിക്കാനില്ല എന്ന് ഒരു നിലപാടെടുത്തിരുന്നതായുള്ള വാർത്തകൾ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. രാജേഷിന് ഇക്കുറി സീറ്റ് ഉണ്ടാകില്ല എന്ന സംശയങ്ങൾ നിലനിന്നിരുന്നു. ഏതായാലും MP രാജേഷ് സിറ്റിംഗ് MP തന്നെയാണ് പാലക്കാട് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. CPIMന് ഉറച്ച പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. MP രാജേഷ് CPIMനെ സംബന്ധിച്ച് ഏറ്റവും യോഗ്യനായ അനുയോജ്യനായ സ്ഥാനാർത്ഥി കൂടിയാണ്. MP രാജേഷിന്റെ മത്സരം ഇത് 3ാം തവണയാണ്. PK ബിജുവിന് സമാനമായി തന്നെ MP രാജേഷ് ഇത്തവണ 3ാം തവണയാണ് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. CPIMനെ സംബന്ധിച്ച് ഉറച്ച പ്രതീക്ഷയുള്ള സീറ്റുകളിൽ ഒന്നായ പാലക്കാട് ഇക്കുറിയും MP രാജേഷിനെ നിർത്തി തന്നെ ഈ പോരാട്ടത്തെ നേരിടാനാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പാലക്കാട് നിന്ന് വരാൻ പോകുന്നത് MP രാജേഷ് ആയിരിക്കും. PK ശ്രീമതിയാണ് കണ്ണൂരിൽ CPIM പരിഗണിക്കുന്ന സ്ഥാനാർത്ഥി. അതല്ലെങ്കിൽ കണ്ണൂരിൽ PK ശ്രീമതി സ്ഥാനാർത്ഥിയാകും. നിലവിലെ MP തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഉറപ്പായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാസർകോട്ട് P കരുണാകരനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും സിറ്റിംഗ് MPമാരെ നിലനിർത്താൻ തന്നെയാണ് ഈ മത്സരരംഗത്ത് ഇറക്കാൻ തന്നെയാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തവണ കണ്ണൂരിലെ നിലവിലെ MP ആയ PK ശ്രീമതി തന്നെയായിരിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെയധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് കണ്ണൂർ. PK ശ്രീമതിക്ക് ഇത്തവണയും മത്സരിച്ച് കയറാൻ കഴിയുമോ എന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധയോടെ നോക്കേണ്ടുന്ന ഒരു കാര്യം. CPIMനെ സംബന്ധിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ PK ശ്രീമതിയെ തന്നെ നിർത്താനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. A സമ്പത്ത് ആറ്റിങ്ങലിൽ A സമ്പത്തിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. A സമ്പത്ത് തന്നെയായിരിക്കും ആറ്റിങ്ങലിൽ മത്സര രംഗത്തേക്ക് ഉണ്ടാവുക എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. A സമ്പത്ത് ഇത് 4ാം തവണയാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. 3 തവണ പാർലമെന്റ് അംഗമായ A സമ്പത്ത് ഇത് 4ാം തവണയാണ് മത്സരത്തിന് വേണ്ടി ഇറങ്ങുന്നത്. A സമ്പത്തായിരിക്കും ആറ്റിങ്ങലിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ആറ്റിങ്ങലിൽ A സമ്പത്തിനെ സ്ഥാനാർത്ഥിയാക്കി ഇറക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വളരെ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം A സമ്പത്ത് CPIMനെ സംബന്ധിച്ച് ആറ്റിങ്ങലിൽ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സമ്പത്തിന്റെ വിജയം മുന്നേ കണക്ക് കൂട്ടി തന്നെയായിരിക്കണം A സമ്പത്തിനെ ആറ്റിങ്ങലിൽ 4ാം തവണ നിർത്താൻ. 4ാം തവണയും പാർലമെന്റിലേക്ക് A സമ്പത്തിനെ പറഞ്ഞയക്കാനുള്ള തീരുമാനം CPIM നേതൃത്വം എടുത്തിട്ടുണ്ടാവുക. A സമ്പത്താണ് ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയായി എത്താൻ പോകുന്നത്. KN ബാലഗോപാൽ തന്നെയായിരിക്കും. KN ബാലഗോപാലാണ് ഇക്കുറി കൊല്ലം മണ്ഡലത്തിൽ CPIM പരിഗണിക്കുന്നത്. KN ബാലഗോപാലാണ് CPIMന്റെ സ്ഥാനാർത്ഥിയായി കൊല്ലം മണ്ഡലത്തിൽ വരാൻ പോകുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ
കെ എൻ ബാലഗോപാലിനെ ഇത്തവണ ഇത് എ സമ്പത്തിൻ്റെ പടമാണ്. കെ എൻ ബാലഗോപാലിൻ്റെ ചിത്രം അല്പസമയത്തിനകം വരും. കെ എൻ ബാലഗോപാലിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. കെ എൻ ബാലഗോപാലായിരിക്കും കൊല്ലത്ത് CPIM സ്ഥാനാർത്ഥി, ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കെ എൻ ബാലഗോപാലിൻ്റെ പേര് വളരെ സജീവമായി തന്നെ നേരത്തെ മുതൽ തന്നെ ഉയർന്നു കേട്ടിരുന്നതാണ് കൊല്ലം മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എത്താൻ പോകുന്നത് കെ എൻ ബാലഗോപാലാണ് എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. 2010 രാജ്യസഭാംഗമായി ഒരു ടേം പൂർത്തീകരിച്ച ആളാണ് കെ എൻ ബാലഗോപാൽ. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. മുൻ കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ് കെ എൻ ബാലഗോപാൽ. കെ എൻ ബാലഗോപാൽ തന്നെയായിരിക്കും CPIMന്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ കൊല്ലത്തെ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പായി കഴിഞ്ഞു. ബി ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും CPIMന്റെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ദിലീപ്, ഇനിയൊരു പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെയാണ് ഘടകകക്ഷികളെ CPIM അനുനയിപ്പിക്കാൻ പോകുന്നതെന്നാണ്. ഇപ്പോൾ JDSന്റെ നിലപാട് പുറത്തു വന്നു കഴിഞ്ഞു. ജോസ് തെറ്റയിൽ ഇന്ന് പറഞ്ഞത് ഒരു സീറ്റ് ലഭിക്കാൻ, തങ്ങൾക്ക് അർഹതപ്പെട്ട, തങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സീറ്റ് നൽകിയില്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അത് വലിയ നഷ്ടമുണ്ടാക്കുമെന്നാണ്. MP വീരേന്ദ്രകുമാറിൻ്റെ ലോക് താന്ത്രിക് ജനതാദൾ അവർ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിയിരുന്നതാണ് വടകര മണ്ഡലം. അവർക്കും ഒരു സീറ്റ് എന്ന ആവശ്യമുണ്ട്. ഈ അതൃപ്തിയെ എങ്ങനെയാണ് CPIM മറികടക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ഘടകകക്ഷികളുടെ ഈ ആശങ്കയെ അവരെ അനുനയിപ്പിക്കാൻ പോകുന്നത്? ഗോപി, ഘടകകക്ഷികളുടെ ആശങ്കകൾ ദൂരീകരിക്കാനാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CPIM നേതൃത്വം. ഇപ്പോൾ തന്നെ ഉഭയകക്ഷി ചർച്ചകൾ CPIM നേതൃത്വം തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും നേരിട്ടാണ് ഈ ഘടകകക്ഷി നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നത്, ചർച്ച നടത്തുന്നത്. AKG സെൻറ്ററിൽ ഇതിനകം തന്നെ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ LJD നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. MV ശ്രേയംസ് കുമാർ, ഷേഖ് പി ഹാരിസ്, ഡോക്ടർ വർഗീസ് ജോർജ് എന്നിവരാണ് AKG സെൻറ്ററിൽ ചർച്ചയ്ക്കെത്തിയിരുന്നത്. പക്ഷേ അവർക്ക് ആശാവഹമായ മറുപടി CPIM നൽകിയില്ല. വീണ്ടും ഇടതുമുന്നണിയിൽ ചർച്ച നടത്തും എന്നാണ് പിന്നീട് ശ്രേയംസ് കുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഏതായാലും LJDക്ക് സീറ്റ് നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും CPIM നേതൃത്വം കൈക്കൊണ്ടിട്ടില്ല. അവരെ AKG സെൻറ്ററിൽ നിന്ന് ആ നിലയിൽ തന്നെയാണ് മടക്കി അയച്ചിട്ടുള്ളത്. ഇപ്പോൾ ജനതാദൾ എസ് നേതാക്കളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി K കൃഷ്ണൻകുട്ടി, നീലലോഹിതദാസൻ നാടാർ, CK നാണു എന്നിവരാണ് ഇപ്പോൾ AKG സെൻറ്ററിൽ അകത്ത്. ഇപ്പോൾ AKG സെൻറ്ററിനകത്ത് ചർച്ച പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമുണ്ട്. അവർ പുറത്തു വരുന്നതും കാത്തിരിക്കുകയാണ്. അവരുടെ പ്രതികരണം നമുക്കറിയാനാകും. ഏതായാലും കോട്ടയം സീറ്റ്, കഴിഞ്ഞ തവണ ജനതാദൾ എസ് മത്സരിച്ച സീറ്റാണ് കോട്ടയം. മാത്യു ടി തോമസ് ആയിരുന്നു കോട്ടയത്ത് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല, അതായത് വീരേന്ദ്രകുമാർ മുന്നണി വിട്ടതിനെ തുടർന്നാണ് മാത്യു ടി തോമസിനെ LDF സ്ഥാനാർത്ഥിയാക്കിയത്. ആ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് CPIM നേതൃത്വം ഇവരെ ബോധ്യപ്പെടുത്താൻ പോകുന്നത്. CPIM തന്നെ കോട്ടയത്ത് മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബിനാണ് ഇപ്പോൾ CPIM ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളത്. അന്തിമ തീരുമാനം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. നാളെ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെയും INLൻ്റെയും നേതാക്കളുമായി AKG സെൻട്രൽ ആശയവിനിമയം നടത്തുന്നുണ്ട്, ഉഭയകക്ഷി ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചകളിൽ, അതായത് ഇപ്പോൾ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുക, ഇതിൽ തന്നെ ചില പാർട്ടികൾ പുതുതായി ഇടതുമുന്നണിയിലേക്ക് എത്തിയതാണ്. LJD, ജനാധിപത്യ കേരള കോൺഗ്രസ്, INL തുടങ്ങിയവർ. അതുകൊണ്ട് തന്നെ പുതുതായി ഇപ്പോൾ മുന്നണിയിലേക്ക് എത്തിയ ഉടൻ തന്നെ സീറ്റിനായുള്ള അവകാശവാദം ശരിയല്ല എന്ന നിലയിൽ കൂടി കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ ബോധ്യപ്പെടുത്താനാണ് CPIM ശ്രമിക്കുന്നത്. ജനതാദൾ എസിനാണ് അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ JDS നേതാക്കളെ കാണുകയാണ്. K കൃഷ്ണൻകുട്ടിയും നീലലോഹിതദാസൻ നാടറും വർഗീസ് ജോർജും ആയും അദ്ദേഹം ഇരു നേതാക്കളും കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും അവരെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. AKG സെൻട്രൽ ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ്. ഈ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം നേതാക്കൾ പുറത്തിറങ്ങി അവരുടെ പ്രതികരണം അറിയിക്കും. ബി ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി AKG സെൻറ്ററിന് പുറത്ത് അവരുടെ പ്രതികരണം കാത്തു നിൽക്കുകയാണ്. നാളെ ലോക് താന്ത്രിക് ജനതാദളുമായും കൂടിക്കാഴ്ച നടത്തും. പുതുതായി മുന്നണിയിലേക്ക് എത്തിയ ലോക് താന്ത്രിക് ജനതാദളിൻ്റെയും INLൻ്റെയും കാര്യത്തിലും JDSൻ്റെ കാര്യത്തിലുമൊക്കെ നിലവിൽ പുതുതായി എത്തിയ അംഗങ്ങളെന്ന നിലയിൽ തുടക്കത്തിൽ തന്നെ സീറ്റ് നൽകാൻ കഴിയില്ല എന്ന തീരുമാനമായിരിക്കും CPIM നേതൃത്വം നേതാക്കളെ അറിയിക്കാൻ പോകുന്നത്. ഇത് ഏത് തരത്തിലുള്ള പ്രതികരണമാണ് അവരിൽ ഉണ്ടാക്കുക, എങ്ങനെയാണ് ഈ വിഷയത്തോട് അവർ പ്രതികരിക്കാൻ പോകുന്നത് എന്ന കാര്യം നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. സിറ്റിംഗ് MP എന്ന നിലയിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നുവെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം MP CN ജയദേവൻ ഇന്ന് വെളിപ്പെടുത്തി. തന്നെ മാറ്റേണ്ട സാഹചര്യം നിലവിലില്ലെന്നും രാജാജി മാത്യു തോമസിനെ നിർദ്ദേശിച്ചത് താനാണെന്നും CN പറഞ്ഞു. അതേസമയം സിറ്റിംഗ് MP മാറ്റിയതിൽ അസാധാരണത്വം ഇല്ലെന്ന് രാജാജി മാത്യു തോമസ് പ്രതികരിച്ചു. തൃശൂരിൽ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുകയാണ്.
അതിനിടെ സിറ്റിംഗ് MP എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണങ്ങൾ തുടങ്ങിയിരുന്നതായി വെളിപ്പെടുത്തി CN ജയദേവൻ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള ഘട്ടത്തിൽ സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ ഞാൻ നല്ലതുപോലെ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ പ്രചരണങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പാർട്ടി നിശ്ചയിക്കുകയാണെങ്കിൽ മത്സരിക്കാം എന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. രാജാജിയുടെ പേര് നിർദ്ദേശിച്ചത് താൻ തന്നെയാണ്. പുതിയ കാലഘട്ടത്തിലെ പാർലമെന്ററി പ്രവർത്തനത്തിന് രാജാജി അനുയോജ്യനാണെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വിവാദ പരാമർശങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ KP രാജേന്ദ്രനെ ബാധിച്ചിരിക്കാമെന്നും CN ജയദേവൻ പറഞ്ഞു. എന്നെ ബാധിച്ചിട്ടില്ല. രാജേന്ദ്രനെ ചിലപ്പോൾ ഒരു പരിധി വരെ ബാധിച്ച് കാണാം. അതേസമയം സിറ്റിംഗ് MPയെ മാറ്റിയതിൽ അസാധാരണത്വമില്ലെന്ന് നിയുക്ത സ്ഥാനാർത്ഥി രാജാജിയും പ്രതികരിച്ചു. സിറ്റിംഗ് MP തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുമല്ല നിർബന്ധമുണ്ടോ? അതിലെന്താ അസാധാരണത്വം ഉള്ളത്? അതിനകത്തൊരു അസാധാരണത്വം ഇല്ല. 24 തൃശൂർ. ഇടതുമുന്നണിയിൽ ഘടകകക്ഷികളെ അനുനയിപ്പിക്കാനുള്ള ദൗത്യമേറ്റെടുത്ത CPM മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. UDF-നകത്ത് അധിക സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗവും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും രംഗത്തെത്തിയതിൽ പരിഹാരം കണ്ടെത്താനുള്ള തിടുക്കത്തിലാണ് കോൺഗ്രസ്. കേരള കോൺഗ്രസുമായി കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന 3ാം വട്ട ഉഭയകക്ഷി ചർച്ച ഇന്ന് എറണാകുളത്ത് നടക്കുകയാണ്. 2ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസ് M ഉറച്ചു നിൽക്കുകയുമാണ്. അതേസമയം ഇന്ന് അന്തിമ ചർച്ച നടക്കാനിരിക്കെ കേരള കോൺഗ്രസിലെ ആഭ്യന്തര ഭിന്നത പരിഹാരമില്ലാതെ തുടരുകയും ചെയ്യുന്നു. സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനുണ്ട്. സജോ, PJ ജോസഫ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ്. 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ആ കടുംപിടുത്തത്തിൽ തന്നെയാണ് ജോസഫ് വിഭാഗം നിൽക്കുന്നത്. കോൺഗ്രസിന് ഈ കേരള കോൺഗ്രസിനകത്ത് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുമോ? അതിനോടൊപ്പം തന്നെ ഈ ആഭ്യന്തര പ്രശ്നവും കലങ്ങി മറിയുകയാണല്ലോ കേരള കോൺഗ്രസിൽ. സജോ, എന്താണ് ഈ നിലവിലെ സ്ഥിതി? എപ്പോഴാണ് കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച തുടങ്ങുക? ഗോപികൃഷ്ണൻ, രാത്രി 9 മണിക്കാണ് കേരള കോൺഗ്രസുമായി കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന ഉഭയകക്ഷി ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. നേതാക്കൾ മറ്റ് പല ജില്ലകളിലുമാണ്. അവരിങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നതേയുള്ളൂ. നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിൽ നിന്നും അല്പം കൂടി വൈകാനാണ് സാധ്യത. ഏതായാലും സീറ്റ് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാട് കേരള കോൺഗ്രസിന് 2ാം സീറ്റ് അനുവദിക്കില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. അത് കോൺഗ്രസ് നേതൃത്വം കേരള കോൺഗ്രസ് നേതൃത്വത്തെ ഈ 2 തവണ നടന്ന ചർച്ചകളിലും അറിയിക്കുകയും ചെയ്തു. ഏറെക്കുറെ വ്യക്തമാണ് 2ാം സീറ്റ് ലഭ്യമാകില്ല എന്നത്. ഏതായാലും 2ാം സീറ്റ് എന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസ് M ഉറച്ചു നിൽക്കുകയാണ്. പരസ്യമായി അത് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ 2ാം സീറ്റ് എന്ന ആവശ്യം ഉന്നയിക്കുമ്പോഴും ലഭ്യമാകുന്ന, അതായത് ഉറപ്പുള്ള ഒരു സീറ്റിൽ ആര് മത്സരിക്കും എന്നത് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിലെ പ്രധാന തർക്കം. അതിനെ കേന്ദ്രീകരിച്ചാണ് 2ാം സീറ്റ് എന്ന ആവശ്യം നിലനിൽക്കുന്നത് തന്നെ. പലകുറി പരസ്യമായി PJ ജോസഫ് മത്സരിക്കാൻ താൻ തയ്യാറാണ്, സീറ്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പലകുറി പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ PJ ജോസഫിന് കേരള കോൺഗ്രസിന് ലഭിക്കാൻ ഇടയുള്ള ഉറപ്പുള്ള ഒരു സീറ്റ് വിട്ടു നൽകേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിലാണ് KM മാണിയും ജോസ് കെ മാണിയും ഉള്ളത്. അർഹമായ കോട്ടയം സീറ്റ് വേക്കൻ്റാണ്. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയപ്പോൾ സ്വാഭാവികമായും അത് ജോസഫ് വിഭാഗത്തിന് അവകാശപ്പെട്ടതാണ് തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് അവർ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം തേടുന്ന വഴി എന്നത് ഈ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടുക, അതിലൊരു സമവായ ഫോർമുല മുന്നോട്ട് വെക്കുക എന്ന ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. പ്രധാനമായും PJ ജോസഫിന് സീറ്റ് അനുവദിക്കുക, അതല്ലെങ്കിൽ ഇരു ഗ്രൂപ്പിനും പൊതു സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കുക, അതല്ലെങ്കിൽ PJ ജോസഫ് നിലവിൽ ഉന്നയിക്കുന്നത് ലോക്സഭാ സീറ്റ് ഇല്ലെങ്കിൽ പാർട്ടി ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ പാർട്ടിയിലെ തന്റെ സീനിയർ ടീം കൂടുതൽ അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ്. ഈ 3 കാര്യങ്ങൾക്കും ഇതുവരെ KM മാണി വഴങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത. ഭിന്നത ഒരു പിളർപ്പിലേക്ക് എത്തും എന്ന് തോന്നിക്കും വിധമാണ് കേരള കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങൾ നിലവിൽ ഉള്ളത്. ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ആഭ്യന്തര പ്രശ്നം കൂടുതൽ കലങ്ങി മറിയുകയാണ്. ജോസഫ് വിഭാഗത്തിനൊരു സീറ്റ്, അതല്ലെങ്കിൽ ഒറ്റ സീറ്റേ ഉള്ളുവെങ്കിൽ അത് ജോസഫിന് ലഭിക്കണം എന്ന ആവശ്യമാണ് നിലനിൽക്കുന്നത്. അതല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലേക്ക് താൻ പരിഗണിക്കപ്പെടണം. ഏതായാലും ജോസഫ് വിഭാഗത്തിന് അർഹമായ പരിഗണന കിട്ടുന്നില്ല എന്ന ഒരു പ്രശ്നത്തിൽ നിന്നുകൊണ്ടാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ 2ാം സീറ്റ് എന്ന ആവശ്യത്തെ കോൺഗ്രസിന് അതിന് പരിഹാരം കണ്ടെത്തേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ആഭ്യന്തര പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിൽ ഉണ്ടാവുക എന്ന് സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. രാത്രി 9 മണിയോട് കൂടിയാണ് ഈ ഉഭയകക്ഷി ചർച്ച നടക്കാൻ പോകുന്നത്. നേതാക്കളിൽ പലരും ജില്ലയ്ക്ക് പുറത്താണ്. അവർ തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഈ ചർച്ച മുന്നോട്ട് പോവുക. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കോൺഗ്രസിന് എന്ത് പരിഹാര
ഫോർമുലയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് എന്നതായിരിക്കും ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി തെളിയാൻ സഹായിക്കുക. PJ ജോസഫ് LDF-ലേക്ക് വന്നാൽ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് പ്രതികരിച്ചിരിക്കുന്നു. ജോസഫ് LDF-ലേക്ക് വന്നാൽ അതിനെ സ്വാഗതം ചെയ്യുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി എവിടെ സീറ്റ് തന്നാലും മത്സരിക്കാൻ തയ്യാറാണെന്നും ഫ്രാൻസിസ് ജോർജ് ഇന്ന് തൊടുപുഴയിൽ പ്രതികരിച്ചു. കേരള കോൺഗ്രസ് എം വിട്ട PJ ജോസഫ് LDF-ലേക്ക് വരണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. PJ ജോസഫ് LDF-ലേക്ക് വന്നാൽ യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ UDF വിട്ട് ഇടതുപക്ഷത്തേക്ക് വരാൻ അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ സ്വാഭാവികമായും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളൊരു പ്രസ്ഥാനം എന്നുള്ളതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു വിരുദ്ധ മനോഭാവമില്ല. തെരഞ്ഞെടുപ്പിൽ LDF എവിടെ സീറ്റ് തന്നാലും മത്സരിക്കാൻ തയ്യാറാണ്. സീറ്റ് ലഭിച്ചില്ലെങ്കിലും അതൃപ്തിയില്ല. സന്തോഷത്തോടെ മുന്നോട്ട് പോകും. ഞങ്ങൾ ഭാഗമായ മുന്നണി വിജയിക്കണം. ഞങ്ങൾ അങ്ങനെ ഒരു ഒരു ഡിമാൻഡ് വെക്കുക എന്നൊരു സമീപനം സ്വീകരിച്ചില്ല. ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗുണകരമാണ് എന്നൊരു നിലപാട് LDF-ന്റെ നേതൃത്വത്തിനുണ്ടെങ്കിൽ ഞങ്ങൾ മത്സരിക്കും. പത്തനംതിട്ട, കോട്ടയം, ചാലക്കുടി മണ്ഡലങ്ങൾ പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുള്ള സ്ഥലങ്ങളാണെന്നും ഫ്രാൻസിസ് ജോർജ് തൊടുപുഴയിൽ പറഞ്ഞു. 24 ഇടുക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ സീറ്റ് ചോദിക്കുന്നില്ല എന്ന് ആന്റണി MP. ഹൈക്കമാൻഡാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. കോൺഗ്രസിൽ സീറ്റ് ലഭിക്കാനും മത്സരിക്കാനും ആഗ്രഹിക്കുന്നവർ പ്രാദേശികവാദം ഉൾപ്പെടെയുള്ള പലതരത്തിലുമുള്ള ചർച്ചകളും ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ആന്റണിയുടെ പേരുൾപ്പെടുത്താതെ പത്തനംതിട്ട DCC നൽകിയ പട്ടിക KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. മത്സരിക്കാനായി സീറ്റ് ചോദിച്ചു വാങ്ങില്ലെന്ന് താൻ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നതാണെന്ന് ആന്റണി MP പറഞ്ഞു. ഹൈക്കമാൻഡ് നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രമേ മത്സരിക്കുകയുള്ളൂ. സ്ഥാനാർത്ഥി നിർണയത്തിനായി പത്തനംതിട്ട DCC പട്ടിക നൽകിയതിൽ തെറ്റൊന്നുമില്ല. സിറ്റിംഗ് MP-മാർ മത്സരിക്കട്ടെ എന്നത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ്. ഹൈക്കമാൻഡ് എടുത്തിരുന്ന തീരുമാനമാണ്. നിലവിലുള്ള സിറ്റിംഗ് MP-മാർ അവരുടെ അവർ ഒരു 5 വർഷത്തെ നിരീക്ഷണത്തിനും പാർലമെൻറ്റിലടക്കം നടത്തിയ പെർഫോമൻസിനും അവരുടെ നാട്ടിലെ ബഹുജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് നടത്തിയ നിരവധിയായ സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. സീറ്റ് ലഭിക്കാനും മത്സരിക്കാനും ആഗ്രഹിക്കുന്നവർ പലതരത്തിലുള്ള ചർച്ചകളും ഉയർത്തും. ഇതിനെ തുറന്ന മനസ്സോടെ കാണുന്നു. സ്ഥാനാർത്ഥിയാകാനും സീറ്റ് ലഭിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ ഏതെല്ലാം തരത്തിലുള്ള ചർച്ചകൾ ഓപ്പൺ ചെയ്യും. നമ്മളതിനെ തുറന്ന മനസ്സോടെ നോക്കി കണ്ടാൽ പോരെ. നമുക്കെന്താ അതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. സീറ്റ് വിഭജനം സംബന്ധിച്ച് UDF-ലെ ചർച്ചകൾ പൂർത്തിയായാൽ അടുത്ത ദിവസം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. ശബരിമല യുവതീ പ്രവേശന വിവാദം തെരഞ്ഞെടുപ്പിൽ വിഷയമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 24 പത്തനംതിട്ട. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം നാളെ പാണക്കാട് ചേരും. 3ാം സീറ്റ് വിഷയത്തിൽ ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച രമ്യതയിലെത്താത്ത സാഹചര്യത്തിൽ ബുധനാഴ്ചത്തെ യോഗം മുന്നണിയിൽ നിർണായകമാകും. 3ാം സീറ്റ് എന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം നിലവിലെ സാഹചര്യത്തിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. വെള്ളിയാഴ്ച നടന്ന കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയും ധാരണയാകാതെ പിരിഞ്ഞതോടെ കോൺഗ്രസ് ലീഗിന് മുന്നിൽ ബദൽ നിർദ്ദേശങ്ങൾ വെക്കുകയായിരുന്നു. കോൺഗ്രസ് മുന്നോട്ട് വെച്ച ബദൽ നിർദ്ദേശങ്ങളിൽ ഏത് സ്വീകരിക്കണമെന്നതാണ് ഇനി ലീഗ് നേതൃത്വത്തിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കരുതുന്ന ബുധനാഴ്ചത്തെ മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം നിർണായകമാകും. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് ലീഗിനെ പരിഗണിക്കുക, നിയമസഭയിലേക്ക് മത്സരിക്കാൻ ലീഗിന് അധിക സീറ്റ് നൽകുക തുടങ്ങിയ കാര്യങ്ങൾ കോൺഗ്രസ് പകരമായി നിർദ്ദേശിച്ചുവെന്നാണ് സൂചന. കോൺഗ്രസ് വഴങ്ങാത്ത സാഹചര്യത്തിൽ ബദൽ നിർദ്ദേശങ്ങൾക്ക് മുമ്പിൽ ലീഗിന് തൃപ്തി അടയേണ്ടി വരും. സീറ്റ് ചർച്ചയുടെ ആദ്യഘട്ടം മുതൽ 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ്. 3ാം സീറ്റിനായി സമസ്തയടക്കമുള്ള സാമുദായിക സംഘടനകളും ലീഗിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അധിക സീറ്റ് ലഭിക്കില്ലെന്ന് ലീഗിന് ഉറപ്പായിരുന്നെങ്കിലും അണികൾക്കിടയിൽ 3ാം സീറ്റിനായി അവസാനഘട്ടം വരെ നിലയുറപ്പിച്ചു എന്ന പ്രതീതിയുണ്ടാക്കാനും ബദൽ നിർദ്ദേശങ്ങളിലൂടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാനാണ് ലീഗ് ലക്ഷ്യം വെച്ചത്. 2 സീറ്റുമായി ഒത്തുതീർപ്പിലാവുമ്പോഴും ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിച്ചുവെന്നതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ബുധനാഴ്ച ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗവും കൂടി ചേരുന്നതോടെ ലീഗ് കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായേക്കും. അഷ്കർ അലി, 24 മലപ്പുറം. തെരഞ്ഞെടുപ്പ് രംഗത്തെ പുതിയ വർത്തമാനങ്ങളുമായി ഇലക്ഷൻ ഗേറ്റ് ഇനി നാളെ ഇതേ സമയം. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.